വരാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തുവന്ന ഏറ്റവും പുതിയ ഒപ്പീനിയൻ പോൾ സർവേയാണ് ഇന്ന് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. ആദ്യമായി മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിൽ ആകെയുള്ളത് 16 നിയമസഭാ മണ്ഡലങ്ങളാണ്. അതിൽ UDFന് 14 വിജയിക്കാൻ സാധ്യമാകുന്നതാണ്. LDFന് 2 മാത്രമാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് വിജയിക്കാൻ സാധ്യമാകുന്നത്. BJPക്ക് ഒരൊറ്റ സീറ്റ് പോലും മലപ്പുറം ജില്ലയിൽ നിന്ന് ലഭിക്കുകയില്ല. അടുത്തത് എറണാകുളം ജില്ല. എറണാകുളം ജില്ലയിൽ ആകെയുള്ളത് 14 നിയമസഭാ മണ്ഡലങ്ങളാണ്. അതിൽ UDFന് 12 സീറ്റ് വരെ എറണാകുളം ജില്ലയിൽ നിന്ന് നേടാൻ കഴിയുന്നതാണ്. LDFനാകട്ടെ വെറും 2 മാത്രമാണ് എറണാകുളം ജില്ലയിൽ നിന്ന് വിജയിക്കാൻ സാധ്യമാകുന്നത്. BJPക്ക് ഒരൊറ്റ സീറ്റ് പോലും എറണാകുളം ജില്ലയിൽ നിന്ന് ലഭിക്കുകയില്ല. അടുത്തത് കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയിൽ ആകെയുള്ളത് 5 നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. അതിൽ UDFന് 3 സീറ്റുകൾ വരെ ലഭിക്കാവുന്നതാണ്. LDFന് 2 സീറ്റുകൾ മാത്രമാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത്. BJPക്ക് ഒരൊറ്റ സീറ്റ് പോലും കാസർഗോഡ് ജില്ലയിൽ നിന്ന് ലഭിക്കുകയില്ല. അടുത്തത് വയനാട് ജില്ല. വയനാട് ജില്ലയിൽ ആകെയുള്ളത് 3 നിയമസഭാ മണ്ഡലങ്ങളാണ്. അതിൽ UDFന് 2 സീറ്റുകൾ നേടാൻ സാധ്യമാകുന്നതാണ്. LDFന് 1 സീറ്റ് വയനാട് ജില്ലയിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. BJPക്ക് ഒരൊറ്റ സീറ്റ് പോലും വയനാട് ജില്ലയിൽ നിന്ന് നേടാൻ വേണ്ടി കഴിയുന്നതല്ല. അടുത്തത് കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയിൽ ആകെയുള്ളത് 11 നിയമസഭാ മണ്ഡലങ്ങളാണ്. അതിൽ LDFന് 8 വിജയിക്കാൻ സാധ്യമാകുന്നതാണ്. UDFന് വെറും 3 മാത്രമാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് വിജയിക്കാൻ സാധ്യമാകുന്നത്. BJPക്ക് ഒരൊറ്റ സീറ്റ് പോലും കണ്ണൂർ ജില്ലയിൽ നിന്ന് ലഭിക്കുകയില്ല. അടുത്തത് ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയിൽ ആകെയുള്ളത് 5 നിയമസഭാ മണ്ഡലങ്ങളാണ്. അതിൽ BJPക്ക് ഒരൊറ്റ സീറ്റ് പോലും ലഭിക്കുകയില്ല. LDFന് 3 സീറ്റുകൾ ഇടുക്കി ജില്ലയിൽ നിന്ന് നേടാൻ കഴിയുന്നതാണ്. UDFന് 2 സീറ്റ് മാത്രമാണ് ഇടുക്കി ജില്ലയിൽ നിന്ന് നേടാൻ കഴിയുന്നത്. അടുത്തത് പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട ജില്ലയിൽ ആകെയുള്ളത് 5 നിയമസഭാ മണ്ഡലങ്ങളാണ്. അതിൽ UDFന് 3 സീറ്റുകൾ വരെ നേടാൻ സാധ്യമാകുന്നതാണ്. LDFന് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് 2 മാത്രമാണ് വിജയിക്കാൻ സാധ്യമാകുന്നത്. BJPക്ക് ഒരൊറ്റ സീറ്റിൽ പോലും പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വിജയിക്കാൻ സാധ്യമാകുകയില്ല. അടുത്തത് കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിൽ ആകെയുള്ളത് 11 നിയമസഭാ മണ്ഡലങ്ങളാണ്. അതിൽ UDFന് 6 വിജയിക്കാൻ സാധ്യമാകുന്നത്. LDFന് 5 കൊല്ലത്ത് നിന്ന് വിജയിക്കാൻ സാധ്യമാകുന്നതാണ്. BJPക്ക് ഒരൊറ്റ സീറ്റിൽ പോലും കൊല്ലം ജില്ലയിൽ വിജയിക്കാൻ സാധ്യമാകുകയില്ല. അടുത്തത് കോട്ടയം ജില്ല. കോട്ടയം ജില്ലയിൽ ആകെയുള്ളത് 9 നിയമസഭാ മണ്ഡലങ്ങളാണ്. അതിൽ UDFന് 6 സീറ്റുകളിൽ വരെ വിജയിക്കാൻ സാധ്യമാകുന്നതാണ്. LDFനാകട്ടെ വെറും 3 മാത്രമാണ് കോട്ടയം ജില്ലയിൽ നിന്ന് വിജയിക്കാൻ സാധ്യമാകുന്നത്. BJPക്ക് ഒരൊറ്റ സീറ്റിൽ പോലും കോട്ടയം ജില്ലയിൽ നിന്ന് വിജയിക്കാൻ സാധ്യമാകുകയില്ല. അടുത്തത് പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിൽ ആകെയുള്ളത് 12 നിയമസഭാ മണ്ഡലങ്ങളാണ്. അതിൽ UDFന് 5 സീറ്റുകൾ നേടാൻ കഴിയുന്നതാണ്. LDFന് 6 സീറ്റുകൾ വരെ പാലക്കാട് ജില്ലയിൽ നിന്ന് നേടാൻ കഴിയുന്നതാണ്. BJPക്ക് 1 സീറ്റും പാലക്കാട് ജില്ലയിൽ നിന്ന് ലഭിക്കുന്നതാണ്. അടുത്തത് കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ലയിൽ ആകെയുള്ളത് 13 നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. അതിൽ UDFന് 7 സീറ്റുകൾ വരെ നേടാൻ വേണ്ടി കഴിയുന്നതാണ്.
LDFനാകട്ടെ 6 സീറ്റുകളിൽ മാത്രമാണ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് നേടാൻ വേണ്ടി കഴിയുന്നത്. BJPക്ക് ഒരൊറ്റ സീറ്റ് പോലും കോഴിക്കോട് ജില്ലയിൽ നിന്ന് നേടാൻ കഴിയുന്നതല്ല. അടുത്തത് തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം ജില്ലയിൽ ആകെയുള്ളത് 14 നിയമസഭാ മണ്ഡലങ്ങളാണ്. അതിൽ UDFന് 7 സീറ്റുകളിൽ വരെ വിജയിക്കാൻ സാധ്യമാകുന്നതാണ്. LDFന് 6 സീറ്റുകളിൽ മാത്രമാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വിജയിക്കാൻ സാധ്യമാകുന്നത്. BJPക്ക് 1 സീറ്റിലും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വിജയിക്കാൻ സാധ്യമാകുന്നതാണ്. അടുത്തത് തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ജില്ലയിൽ ആകെയുള്ളത് 13 നിയമസഭാ മണ്ഡലങ്ങളാണ്. അതിൽ LDFന് 7 സീറ്റുകൾ വരെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് നേടാൻ വേണ്ടി കഴിയുന്നതാണ്. UDFന് 5 സീറ്റുകൾ മാത്രമാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് നേടാൻ കഴിയുന്നത്. BJPക്ക് 1 സീറ്റ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് നേടാൻ കഴിയുന്നതാണ്. അടുത്തത് ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയിൽ ആകെയുള്ളത് 9 നിയമസഭാ മണ്ഡലങ്ങളാണ്. അതിൽ LDFന് 4 സീറ്റുകൾ നേടാൻ സാധ്യമാകും. UDFനാകട്ടെ 5 സീറ്റുകളിൽ വരെ വിജയിക്കാൻ സാധ്യമാകും. BJPക്ക് ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഒരൊറ്റ സീറ്റ് പോലും ലഭിക്കുകയില്ല. വരാനിരിക്കുന്ന 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 80 സീറ്റുകളിൽ വരെ വിജയിക്കാൻ സാധ്യമാകുന്നതാണ്. LDFന് 57 സീറ്റുകളിൽ വരെ വിജയിക്കാൻ സാധ്യമാകുന്നതാണ്. BJPക്ക് 3 സീറ്റുകളിൽ മാത്രമാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധ്യമാകുന്നത്. 80 സീറ്റോടുകൂടെ UDF ആയിരിക്കും കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത്.